ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, മാംഗോ പായസമാണ്. അതായത് മാമ്പഴ പായസം. ഇതിനെ മാംഗോ ഗീർ എന്നും പറയും. ഇപ്പോൾ നല്ല മാമ്പഴം കിട്ടുന്ന സീസണാണ്. നല്ല പഴുത്ത മാമ്പഴമാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് മാമ്പഴം. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിൽ നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്ത ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ വറുത്തതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ തന്നെ നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല വറുത്ത വേമസലിയാണ് ചേർക്കുന്നത്, പക്ഷേ ഒന്നും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൻ്റെ ടേസ്റ്റും കൂടി കൂടുതലായിട്ട് കിട്ടും. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുത്താൽ മതി. കാരണം ഇത് വറുത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ചിട്ട് വറുക്കേണ്ടതില്ല. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ സേമിയ മറ്റേ വേമസലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതൊന്ന് തിളച്ച് വന്നാൽ തന്നെ സേമിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. ഇനി ഇതേ സമയം തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കാരണം ഇത് വേമസലി ആയതുകൊണ്ട് തന്നെ അധികം വേവിൻ്റെ ആവശ്യമില്ല. ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതാദ്യം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിന് ശേഷം ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റ് ആവുന്ന ടൈമിലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് സാഗോ, പിന്നെ അതേപോലെ തന്നെ നമ്മളവിടെയൊക്കെ ഇതിന് സാവോനരി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അത് നമ്മളതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയ ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാംഗോൻ്റെ ആ ഒരു മിക്സ് ചേർക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി സാധാരണ ഈ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നേരത്തെ റെഡിയാക്കി വെക്കുക ഈ മിക്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മാങ്ങ അതേപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഇനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ തിളച്ച് വരുന്ന നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചേർത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു യെല്ലോ കളർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ യെല്ലോ കളറിലാണ് ഈ പായസമുള്ളത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാംഗോ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്, അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ മാംഗോയുടെ മാംഗോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പായസത്തിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാതെ പുളിയുള്ള മാമ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റേ ആകെ മാറിപ്പോവും.
അപ്പം അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി പായസമൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.